സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, വരും ദിവസങ്ങളിൽ മഴ കൂടുമെന്നാണോ? ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അവിടങ്ങളിൽ ഉണ്ടാവുക. ഇതിനൊരു കാരണമെന്ന് വെച്ചാൽ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കേരളത്തിൽ വ്യാപകമായി മഴ കനക്കാൻ കാരണം. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ, ഗംഗാധര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലകളിലേക്ക് ഈ ന്യൂനമർദ്ദം നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഇതേപോലെ തന്നെ മഴ തുടരുമെന്ന സൂചനയാണ് ഈ മുന്നറിയിപ്പിൽ നിന്നും ലഭിക്കുന്നത്. കൂടാതെ തന്നെ മഴക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കേരളത്തിലെ വിവിധ ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് റെഡ്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ മൂഴിയാർ, ഇടുക്കിയിലെ പൊന്മുടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമുകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. എറണാകുളം, മൂവാറ്റുപുഴ, തൃശൂർ ഭാരതപ്പുഴ, മലപ്പുറം ഭാഗത്ത് വരുന്ന ഭാരതപ്പുഴ നദികളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട അച്ചൻകോവിൽ, പമ്പ, കോട്ടയം, മണിമല, ഇടുക്കിയിലെ തൊടുപുഴ, എറണാകുളത്തെ പെരിയാർ, മൂവാറ്റുപുഴ, പാലക്കാട് ഭാരതപ്പുഴ, തൃശൂർ ചാലക്കുടി, വയനാട് കബനി നദികളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരമേഖലയിലും ഒക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. ശരി, സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.